അടുത്തതാണ് സിസ്റ്റേൺസ്. സിസ്റ്റേൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ബ്രെയിനിലും ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബരിക്കുന്ന സ്പേസിൽ CSF ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ CSFകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മളുടെ ഓരോരോ സ്പേസ് ആണെന്ന് ആലോചിച്ചാൽ മതി. അതായത് ഒരു സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ ആ CSFനെ അടുത്ത സ്പേസിലോട്ട് കണക്ട് ചെയ്യും. അത് വെസൽസ് കണക്കാണെന്ന് ആലോചിച്ചാൽ മതി. അതിനെ പറയുന്ന പേരാണ് സിസ്റ്റേൺസ്. ഇത് നമ്മളുടെ CSFൻ്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി, അതായത് ആ പ്രൊട്ടക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പേസസ് ഉള്ളത്. മൊത്തം നമുക്ക് 6 സിസ്റ്റേൺസ് ആണ് ഉള്ളത്. സിസ്റ്റേണ മാഗ്ന, സിസ്റ്റേണ പോണ്ടിസ്, ഇന്റർപെഡങ്കുലാർ സിസ്റ്റേൺ, സിസ്റ്റേൺ ഓഫ് ലാറ്ററൽ സൾക്കസ്, സിസ്റ്റേണ ആംബിയൻസ് ആൻഡ് ലംബാർ സിസ്റ്റേൺ. ഇതിൽ ആദ്യത്തെ സിസ്റ്റേണാണ് സിസ്റ്റേണ മാഗ്ന. അതായത് നമ്മുടെ ഈ സെറിബെല്ലത്തിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്ന സിസ്റ്റേണ മാഗ്ന. സിസ്റ്റേണ മാഗ്നയാണ് നമ്മുടെ ലാർജസ്റ്റ് സിസ്റ്റേൺ. ഇത് നമ്മളെ മെഡുല്ലയുടെയും സെറിബെല്ലത്തിൻ്റെയും ഒക്സിപിറ്റൽ ലോബിൻ്റെയും ഒരു ആംഗിളിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതിന് നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊരു ട്രയാങ്കുലാർ ക്രോസ് സെക്ഷനിലായിരിക്കും കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളെ 4th വെൻട്രിക്കിളിൽ നിന്ന് CSFനെ റിസീവ് ചെയ്യും. അതെന്ന് പറയുന്നത് ഫൊറാമൻ ഓഫ് മെജൻഡി ആൻഡ് ഫൊറാമൻ ഓഫ് ലഷ്ക വഴി നമ്മളെ 4th വെൻട്രിക്കിളിൽ നിന്ന് CSFനെ റിസീവ് ചെയ്യുന്നത് ഈ സിസ്റ്റേണിലോട്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മളെ ഫൊറാമൻ ഓഫ് മെജൻഡി എന്ന് പറയുന്നത് ഒരെണ്ണവും ലാറ്ററൽ ഫൊറാമൻ, അതായത് ഫൊറാമൻ ഓഫ് ലഷ്ക എന്ന് പറയുന്നത് 2 എണ്ണവും ആയിരിക്കും ഉള്ളത്. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമെന്ന് പറയുമ്പം ഫൊറാമൻ ഓഫ് ലഷ്ക L അല്ലേ, അപ്പം ഇത് ലാറ്ററലി കാണപ്പെടുന്നതും ഫൊറാമൻ ഓഫ് മെജൻഡി അപ്പം M ഉണ്ട്, അപ്പം മീഡിയലി കാണപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ മതി. CSFനെ നമ്മളെ 4th വെൻട്രിക്കിളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആളാണ് സിസ്റ്റേണ മാഗ്ന. പിന്നെ ഇതിനകത്ത് കണ്ടൻസ് എന്ന് പറയുമ്പോൾ വേർട്ടിബ്രൽ ആർട്ടറി ഇതിൻ്റെ ഒരു കണ്ടന്റ് ആണ്. പിന്നെ പോസ്റ്ററോ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറി ഒറിജിൻ ചെയ്യുന്ന ഇവിടെ നിന്നാണ്, പൈക്ക. പിന്നെ 9, 10, 11, 12 ക്രീനിയൽ നെർവ്സ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിനകത്ത് കാണപ്പെടാറുണ്ട്. പിന്നെ കൊറോയിഡ് പ്ലെക്സസും ഉണ്ട്. അടുത്തതാണ് സിസ്റ്റേണ പോണ്ടിസ്. ഇതെന്ന് പറയുന്നത് നമ്മളെ പോൺസിൻ്റെ വെൻട്രൽ ആസ്പെക്റ്റിൽ കാണുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പോണ്ടിസ് എന്ന് വിളിക്കുന്നത്. വെൻട്രൽ ആസ്പെക്റ്റിൽ കാണപ്പെടുന്ന ഒരു സിസ്റ്റേണാണ്. ഇതെന്ന് പറയുന്നത് മുകളിലോട്ട് നമ്മളെ ഇന്റർപെഡങ്കുലാർ സിസ്റ്റേൺ ആയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ബാക്കിൽ സിസ്റ്റേണ മാഗ്നയാണ്. ഇതിന് താഴോട്ട് സ്പൈനൽ സബരിക്കിനോട് സ്പേസ് ആണ്. അടുത്തതാണ് ഇതിലെ കണ്ടൻസ് വരുന്നത് ബേസിലാർ ആർട്ടറി ഇതിൻ്റെ ഒരു കണ്ടന്റ് ആണ്. പിന്നെ ആൻഡ്രോ ഇൻഫീരിയർ സെറിബെല്ലർ ആർട്ടറി ഓർ ഐക്ക. നമ്മൾ നേരത്തെ പഠിച്ച സിസ്റ്റേണ മാഗ്നയ്ക്കകത്തു നിന്നായിരുന്നു പോസ്റ്ററോ ഇൻഫീരിയർ സെറിബെല്ലർ ആർട്ടറി അല്ലെങ്കിൽ പൈക്ക വന്നത്. സിസ്റ്റേണ പോണ്ടിസിൽ നിന്നാണ് ആൻഡ്രോ ഇൻഫീരിയർ സെറിബെല്ലർ ആർട്ടറി വരുന്നത്. പിന്നെ സുപ്പീരിയർ സെറിബെല്ലർ ആർട്ടറീസും ഒറിജിൻ ചെയ്യുന്ന ഇവിടെ നിന്നാണ്. പിന്നെ 6th ക്രീനിയൽ നെർവ്. ഈ കാണുന്നതാണ് നമ്മളുടെ സിസ്റ്റേണ പോണ്ടിസ്. അപ്പോൾ ഇതിനെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കുക, ഇത് പോൺസിൻ്റെ അടുത്ത് വരയ്ക്കുന്ന ആൾ സിസ്റ്റേണ പോണ്ടിസും സെറിബെല്ലത്തിന് തൊട്ട് താഴെ വരയ്ക്കുന്ന ആൾ സിസ്റ്റേണ മാഗ്നയും. അടുത്തതാണ് ഇന്റർപെഡങ്കുലാർ സിസ്റ്റേൺ. ഇതെന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് സിസ്റ്റേൺ ആണ്. ഇത് നമ്മളുടെ ആൻറ്റീരിയർ മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറീസിൻ്റെ അടുത്തുള്ള സബരിക്കിനോട് സ്പേസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് അയാസ്മി ഉണ്ട്. നമ്മൾ ബേസിലാർ ആർട്ടറി വന്ന് 2 പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറി ആയിട്ട് ബൈഫിർക്കേറ്റ് ചെയ്യുന്ന ബൈഫിർക്കേഷൻ ഇവിടെയാണ് കാണപ്പെടുന്നത്. പിന്നെ പെഡങ്കുലാർ സെഗ്മെൻറ്റ് ഓഫ് പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറിയുടെ പെഡങ്കുലാർ സെഗ്മെൻറ്റ്സ് കാണാറുണ്ട്. സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറിയുടെ സെഗ്മെൻറ്റ്സ് കാണാറുണ്ട്. പിന്നെ പെർഫോറേറ്റിംഗ് ബ്രാഞ്ചസ് ഓഫ് പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറി കാണാറുണ്ട്. പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറീസ്, ബേസൽ വെയിൻ ഓഫ് റോസെൻഡാൽ, 3rd ക്രീനിയൽ നെർവ്. അപ്പോൾ നമ്മൾ ഇന്റർപെഡങ്കുലാർ സിസ്റ്റമിൽ മെയിനായിട്ട് ആലോചിക്കേണ്ട ആൾ ബേസിലാർ ആർട്ടറിയും പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറിയും ആണ് മെയിനായിട്ട് ആലോചിക്കേണ്ട 2 പേരും. ഇവിടെ ആയിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ ഇന്റർപെഡങ്കുലാർ സിസ്റ്റം. എപ്പോഴും ആലോചിച്ചാൽ മതി, സിസ്റ്റേണ പോണ്ടിസിന് നേരെ മുകളിലായിട്ട് വരുന്ന ആളാണ് ഇന്റർപെഡങ്കുലാർ സിസ്റ്റം. അടുത്തതാണ് സിസ്റ്റേൺ ഓഫ് ലാറ്ററൽ സൾക്കസ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പറൽ പോൾ, അതായത് നമ്മുടെ ടെമ്പറൽ ലോബിൻ്റെ അവിടെ ഒരു പോൾ ഉണ്ടല്ലോ, ടെമ്പറൽ പോളിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അരക്കിനോട് മാറ്ററും ഈ ലാറ്ററൽ സൾക്കസും അരക്കിനോട് മാറ്ററും തമ്മിലുള്ള ബ്രിഡ്ജിങ് കാരണമാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മിഡിൽ സെറിബൽ ആർട്ടറി ആണ്. അടുത്തതാണ് സിസ്റ്റേണ ആംബിയൻസ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ സ്പ്ലീനിയം, കോർപ്പസ് കലോസത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മളെ സ്പ്ലീനിയത്തിനും സുപ്പീരിയർ സർഫസ് ഓഫ് സെറിബെല്ലം. ഞാൻ ആലോചിച്ചാൽ മതി, സെറിബെല്ലത്തിനും നമ്മുടെ സ്പ്ലീനിയം ഓഫ് കോർപ്പസ് കലോസത്തിനും ഇടയ്ക്കുള്ള സ്പേസിൽ കാണപ്പെടുന്ന സിസ്റ്റേണാണ് സിസ്റ്റേണ ആംബിയൻസ്. ഇതിനകത്താണ് നമ്മളുടെ പൈനിയൽ ഗ്ലാൻഡ്, ഗ്രേറ്റ് സെറിബ്രൽ വെയിൻ ഓഫ് ഗാലനും കാണപ്പെടുന്നത്. അടുത്തതാണ് ലംബാർ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലംബാർ റീജിയനിൽ, അതായത് നമ്മുടെ വെർട്ടിബ്രൽ ലംബാർ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ലാർജ് സബരിക്കിനോട് സ്പേസ് ആണ്. സ്പേസ് ബിറ്റ്വീൻ L3 ആൻഡ് L4 ഇടയിലുള്ള ഈ സബരിക്കിനോട് സ്പേസിൽ നിന്നാണ് നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്ത് CSF ഒക്കെ എക്സാമിനേഷന് വേണ്ടി എടുക്കുന്നത്. L3 ആൻഡ് L4 ഇടയിലുള്ള സബരിക്കിനോട് സ്പേസിൽ നിന്നായിരിക്കും. അടുത്തതാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ്.
അതായത് നമ്മളുടെ വെൻട്രിക്കുലാർ സിസ്റ്റവും നമ്മുടെ സബരക്കിനോട് സ്പേസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് വരുന്ന രണ്ടുപേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെജൻഡി ആൻഡ് ലഷ്ക. മെജൻഡി എം ആലോചിച്ചാൽ മതി, അതുകൊണ്ട് അത് മീഡിയലി കാണപ്പെടുന്നതും ലഷ്ക ഫൊറാമൻ ഓഫ് ലഷ്ക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ല് ലാറ്ററലി കാണപ്പെടുന്നത്. ഇത് ഫൊറാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഹോളാണെന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മളുടെ വെൻട്രിക്കുലാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ സബരക്കിനോട് സ്പേസിലേക്ക് നമ്മൾ CSFനെ പോകാൻ വേണ്ടി ഒരു ഹോളുണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിനെ പറയുന്നതാണ് ഫൊറാമൻ. അത് ഫൊറാമൻ ഓഫ് മെജൻഡി ഉണ്ട്, ഫൊറാമൻ ഓഫ് ലഷ്കയും ഉണ്ട്.